എങ്ങോട്ടാടി മറിയാമേ? ഒരു വലിയ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഓ എന്തോന്ന് കോള് സാറേ, സീസണൊക്കെ മഹാമോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെയും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്ന എല്ലാവരും പറയണേ. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ, ഇല്ലയോ സാറേ? മതി മതി, സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്. ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ. നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ്, അങ്ങേരുടെ അനിയനും ടീമോ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ, പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ അഞ്ചുപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ, അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ, പിള്ളേര് അത്രയ്ക്ക് രഹസ്യമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി മറിയാമേ. തൽക്കാലം നീ അഞ്ചുപുരക്കിലോട്ട് ചെല്ല്. അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞു കാണും. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയച്ചാ മതി. ചേടാ, ഇവനിത് എന്നാ പണിയായി കാണിക്കുന്നത്? മണിക്കൂർ ഒന്നായില്ല അകത്ത് കയറിയിട്ട്. പാവം, 2 ആഴ്ചയല്ലേ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട്, അതിന്റെ ഒരു ക്ഷീണം കാണും. ഓ, ഇയാള് പറയുന്നേട്ടാ തോന്നും ബാക്കിയുള്ള ഒരുപാട് ദിവസവും. എടാ അതുകൊണ്ടല്ല, ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിലെത്തിയാൽ മതി. ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട. എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരടാ? ഡെന്നീസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലതും നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം, എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നീസേ വാതിൽ ഓർക്ക. എടാ വാതിൽ ഓർക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം, നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ? എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ,